ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. പിടിയാനകളുടെ മധ്യത്തിലെ കൊമ്പനാന പോലെ സുന്ദരരത്നങ്ങളാൽ ആവൃതനായ ക്ഷിതനാഥൻ കാർത്തവീര്യാർജുനൻ നിൽക്കുന്നത് കണ്ട രാവണന്റെ കണ്ണുകൾ ചുവന്നു. ഫലോദ്ധതനായ രാക്ഷസൻ ഹേഹേയ രാജാമാത്യന്മാരോട് സാഹങ്കാരം ഇങ്ങനെ പറഞ്ഞു: മാഹിഷ്മതി നരപാലകനായ കാർത്തവീര്യാർജുനനോട് രാവണൻ എന്ന് പ്രഖ്യാതനായ രാക്ഷസേശ്വരൻ യുദ്ധം ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുവിൻ. ആ വാക്കുകൾ കേട്ട അമാത്യന്മാർ ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് എഴുന്നേറ്റ് മറുപടി ഓതി: ഹേ അസുര രാജാവേ, അങ്ങേക്ക് അടർ ചെയ്യുവാനുള്ള കാലമറിയാം. ഏറ്റവും നല്ല സമയമാണിത്. സ്ത്രീകളാൽ ആവൃതനായിരിക്കുന്ന മഹാരാജാവിനോടാണ് അങ്ങ് യുദ്ധത്തിന് തേടുന്നത്. രാക്ഷസേശ്വരനായ രാവണ, ഇന്നത്തെ രാത്രി ക്ഷമിക്കൂ. നർമ്മദാ നദീതീരത്തിൽ താമസിക്കൂ. നാളെ പ്രഭാതത്തിൽ കാർത്തവീര്യാർജുന ഭൂപാലേന്ദ്രനോട് അംഗം തുടങ്ങാം. അത്രയും ക്ഷമിക്കുവാൻ അങ്ങേക്ക് സാധ്യമല്ലെങ്കിൽ ഞങ്ങളെയെല്ലാം നിഗ്രഹിച്ച് മുന്നോട്ട് പോയിക്കൊള്ളൂ. എന്നിട്ട് പോർ ചെയ്യൂ. ലങ്കാധിപ പട മുന്നോട്ടെടുത്തു. മാഹിഷ്മതി നൃപാലേന്ദ്ര സജീവന്മാരെ മർദ്ദിച്ചു. ഭൃത്യസമൂഹത്തെ ഭക്ഷിച്ചു. ഹലഹലാ ശബ്ദം നദീതീരത്തിൽ ഉയർന്ന് വാനിടം മുഴുവൻ പരന്നു. വജ്രങ്ങൾ, കുന്തങ്ങൾ, ത്രിശൂലങ്ങൾ എന്നിവ നരേന്ദ്രപ്പടകൾ ചാട്ടിക്കൊണ്ട് രാക്ഷസ സൈന്യത്തിലേക്ക് അടിച്ചുകയറി. ഹേഹേയാദി പടന്മാരുടെ ശക്തി അതികഠിനമാണ്. ഉഗ്രങ്ങളായ മുതലകൾ, മകരമത്സ്യങ്ങൾ എന്നിവയോട് കൂടിയ മഹാസാഗരം വേലിയേറ്റത്തിൽ അലറുന്ന പോലെ അവരിൽ നിന്ന് ഇരമ്പമുയർന്നു. ദശാസ്യമാത്യരായ പ്രഹസ്തൻ, ശൂകൻ, സാരണൻ തുടങ്ങിയവർ ചൊടിച്ചു. തേജസ്സുകൊണ്ട് അർജുന സൈന്യത്തെ എരിച്ചു തുടങ്ങി. ഗോപുരം കാത്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാർ ഓടിച്ചെന്ന് ജലക്രീഡാ തൽപരനായ മഹാരാജാവിനോട് രാവണന്റെയും മന്ത്രിമാരുടെയും അക്രമം അറിയിച്ചപ്പോൾ മന്ദഹാസത്തോടെ, നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടാതെ സ്വച്ഛന്തം ക്രീഡിക്കുവിൻ എന്ന് സ്ത്രീകളോട് പറഞ്ഞ് ഗംഗാനദിയുടെ കയത്തിൽ നിന്ന് മഹാകൊമ്പനാന കയറുന്നത് പോലെ തീരത്തിലെത്തി. മഹാഘോരനായ കാർത്തവീര്യാർജുനന്റെ കണ്ണുകൾ ജ്വലിച്ചു. പ്രളയാഗ്നി പോലെ ദുർനിരീക്ഷനായി. ശ്രേഷ്ഠാഭരണങ്ങൾ അണിഞ്ഞ നരവരൻ ഭയങ്കരമായൊരു ഗദയുമേന്തി അടുത്തപ്പോൾ ഭാസ്കര കിരണങ്ങളാൽ ഘോരാന്ധകാരം എന്ന പോലെ അസുരപ്പട ഓടി ഒളിക്കുവാൻ തന്നെ തുടങ്ങി. ഭീമമായ ഗദ ചുഴറ്റിക്കൊണ്ട് വൈനതേയ വേഗത്തിൽ അർജുനൻ വരുമ്പോൾ വിന്ധ്യമാമല സൂര്യനെ എന്ന പോലെ മുസലമെടുത്ത പ്രഹസ്തൻ വഴി തടഞ്ഞു നിൽക്കുകയാണ്. വിന്ധ്യാദ്രി പോലെ സുസ്ഥിരനായ അസുരവരൻ അത്യുഗ്രമായ ഇരുമ്പുലക്ക അർജുനന്റെ നേരിട്ട് ഉച്ചത്തിൽ ആർത്തുകൊണ്ട് ചാട്ടി. ഇടിനാദം പോലെ ഗർജിക്കുന്ന പ്രഹസ്തന്റെ മുസലാഗ്രത്തിൽ അശോക പൂങ്കുലകൾ അണിഞ്ഞതുപോലെ അനലജ്വാലകൾ ആളിത്തുടങ്ങി. കൃതവീര്യാത്മജനായ അർജുനൻ ചുവട് വെച്ച് ഗദ കൊണ്ട് അടവിലൊന്ന് തട്ടി. ആ ആയുധം അല്പം പോലും വിഷമമുണ്ടാക്കാതെ തകർന്നു. കോപിഷ്ഠനായ നൃപവരൻ 500 കൈകളെ കൊണ്ട് പിടിച്ച് ഗദയൊന്ന് ചുഴറ്റി പ്രഹസ്തന്റെ സമീപം അണഞ്ഞ് ആഞ്ഞൊന്നടിച്ചു. വജ്രായുധമേറ്റ മാമല പോലെ പ്രഹസ്ത പ്രമുഖൻ പതിച്ചു. മാരീചൻ, ശൂകൻ, സാരണൻ, മഹോദരൻ, ധൂമ്രാക്ഷൻ എന്നിവർ പ്രഹസ്തൻ വീണത് കണ്ടപ്പോൾ തന്നെ അടർക്കളത്തിൽ നിന്ന് പിന്മാറി. സജീവന്മാർ ഭയപ്പെട്ട് പിന്തിരിഞ്ഞതും പ്രഹസ്തൻ വീണതും കണ്ട രാവണൻ ഹേഹേ മഹാരാജാവിനോട് പാഞ്ഞേറ്റു. 1000 ബാഹുക്കൾ ഉള്ളവനും 20 കൈകൾ ഉള്ളവനും പൊരുതുന്നത് രോമാഞ്ചജനകമായി തീർന്നു. മതമത്തരായ ആ ഉൽക്കട ബലവാന്മാർ ചലിക്കുന്ന 2 മഹാഗിരികൾ പോലെ, അലറുന്ന 2 മഹാസാഗരങ്ങൾ പോലെ, മതമിയലുന്ന 2 കാട്ടാനകൾ പോലെ, ക്രുദ്ധരായ 2 എരുതുകൾ പോലെ, ഇരയ്ക്കുന്ന 2 കാർമേഘങ്ങൾ പോലെ, ഉജ്ജ്വലരായ 2 മൃഗേന്ദ്രന്മാർ പോലെ, ചൊടിയാർന്ന രുദ്രനും അന്ധകനും പോലെ രാവണനും കാർത്തവീര്യാർജുനനും ഗദായുദ്ധം തുടങ്ങി. ഇന്ദ്രവജ്രത്തെ മഹാപർവ്വതങ്ങൾ സഹിച്ചതുപോലെ ഗദാഘാതങ്ങളെ നരേന്ദ്രനും ആശുരേന്ദ്രനും സഹിച്ചു. കാർക്കൊണ്ടലുകളിൽ നിന്ന് കനമേറിയ ഇടിനാദങ്ങൾ പോലെ ഉഗ്രങ്ങളായ ഗദകളിൽ നിന്ന് ഉയരുന്ന ശബ്ദം ദിഗന്ധങ്ങളിൽ തട്ടി മാറ്റൊലി കൊണ്ടു. തെളിഞ്ഞ വാർമിന്നൽ ഗഗനതലത്തെ കനകവർണ്ണമാക്കുന്നത് പോലെ അർജുനഗദ രാവണ വക്ഷസിനെ ഇടയ്ക്കിടയ്ക്ക് പ്രശോഭിച്ചുകൊണ്ടിരുന്നു. മാമലയിലെ കൊള്ളിമീൻ പോലെ അർജുനന്റെ വിരിമാറിൽ ആശരേശ ഗദാപാദം മിന്നിത്തിളങ്ങി. ദശാനനോ കാർത്തിവീര്യാർജുനോ യുദ്ധത്തിൽ ഒട്ടും തന്നെ വാട്ടമേൽക്കുന്നില്ല. പണ്ട് ദേവേന്ദ്രനും മഹാബലിയും പോലെയായി തീർന്നു അവരുടെ പോര്. നരരാക്ഷസന്മാരുടെ ഗദകൾ തമ്മിൽ ഇടയുന്ന കാളകളുടെ കൊമ്പുകൾ പോലെ, മതഗജങ്ങളുടെ കൊമ്പുകൾ പോലെ പ്രശോഭിച്ചു. കോപാന്തനായ നൃപാലേന്ദ്രൻ ഉഗ്രമായ ഗദയൊന്ന് ചുഴറ്റി അസുരവരന്റെ മാർഗത്തിൽ ആഞ്ഞടിച്ചു.
വരങ്ങളാൽ സുരക്ഷിതമായ സ്തനമധ്യത്തിൽ പതിച്ച ഗദ 2 ഖണ്ഡമായി ഊഴിയിൽ വീണുവെങ്കിലും ഒരു വിൽപ്പാട് പിന്നിലേക്ക് പോയ രാവണൻ കിതച്ചുകൊണ്ട് പെട്ടെന്ന് ഇരുന്നുപോയി. തളർന്ന് ഞെരുങ്ങുന്ന ലങ്കേശ്വരനെ സർപ്പത്തെ ഗരുഡൻ എന്ന പോലെ ചാടിപ്പിടിച്ച അർജുനൻ 1000 കൈകളെ കൊണ്ട് നിർത്തി ബന്ധിച്ചു. വൈകുണ്ഠനാഥന്റെ മുന്നിൽ മഹാബലി എന്ന പോലെ ബന്ധിതനായ രാവണൻ മാഹിഷ്മതി നരേന്ദ്രന്റെ മുന്നിൽ നിന്നു. അരക്കർക്കോനെ കെട്ടുമ്പോൾ സിദ്ധചാരണാദി ദേവവൃന്ദങ്ങൾ സന്തോഷാരവം മുഴക്കി പൂവർഷം ചെയ്തു. അമരവരന്മാർ ആനന്ദത്തോടെ നല്ലത് നല്ലത് എന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു. അത്യുഗ്രനായൊരു കടുവ മാനിനെ എന്ന പോലെ, സിംഹ ആനയെ എന്ന പോലെ അർജുനൻ രാവണനെ അടക്കി. കാർക്കൊണ്ടലിൻ നാദത്തിൽ ഗർജിച്ചു. ക്രമത്തിൽ ബോധം വന്ന പ്രഹസ്തൻ ബന്ധനായ തമ്പുരാനെ കണ്ട് അമർഷമാർന്ന് അസുരന്മാരെല്ലാം ഒത്ത് ആർത്തടുത്തു. വർഷകാലത്തിൽ അലകടലിൽ കാർമേഘങ്ങൾക്കുള്ള ഊക്ക് രാക്ഷസ പടയ്ക്കുണ്ടായി. നിൽക്ക് നിൽക്ക്, വിട് വിട് എന്നിങ്ങനെ പറഞ്ഞ് ഓടിയടുക്കുന്ന നക്തഞ്ചരന്മാർ ശൂലങ്ങൾ, ഉലക്കകൾ എന്നിവയെ അർജുന ശരീരത്തിലേക്ക് ആഞ്ഞുചാട്ടി. രിപമർദ്ദകനായ നരേശ്വരനാകട്ടെ ആ വരുന്ന ആയുധങ്ങളെ നിർഭയനായി പിടിച്ച് അവയെ കൊണ്ട് തന്നെ അരക്കരെ പ്രഹരിച്ചു തുടങ്ങി. കൊടുങ്കാറ്റ് കാറുകളെ പോലെ കാർത്തവീര്യ അർജുനൻ നിശാചരന്മാരെ വിറപ്പിച്ചു. ദശാസിനെ ബന്ധിച്ചുകൊണ്ട് സുഹൃത്ത് സേവിതനായ അവനീന്ദ്രൻ മാഹിഷ്മതി നഗരിയിലേക്ക് പോന്നു. പൗരമുഖ്യന്മാരോട് കൂടിയ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പൂക്കളും അക്ഷതവും വർഷിച്ചുകൊണ്ട് മഹാരാജാവിനെ എതിരേറ്റു. മഹാബലിയെ ബന്ധിച്ചതിനു ശേഷം അമരാവതിയിലേക്ക് എത്തുന്ന മഹേന്ദ്രനെ പോലെ കാർത്തവീര്യ അർജുനൻ സന്തുഷ്ടചിത്തനായി പ്രജാപ്രമുഖന്മാരാൽ ആവൃതനായി അമേയ സുഖവിഭവങ്ങളാൽ സമ്പൂർണമായ അരമനയിൽ പ്രവേശിച്ചു. ശേഷം ചെല്ലുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.